എടീ, ചെറുക്കന് ഫ്രണ്ടൻ കമ്പനിയിലെ ആ ജോലി, എഞ്ചിൻ ഡ്രൈവറാ. 500 രൂപ ശമ്പളം കിട്ടും. നീ അവനെ കണ്ടിട്ടില്ലേ? പിന്നെ ജോക്കി മേസ്ത്രിയുടെ മോനെ ഞാൻ കണ്ടിട്ടില്ലേ? നല്ല മിടുമിടുക്കൻ ചെറുക്കന്. ആ, അവന്റെ അപ്പനായി എഴുത്തയച്ചിരിക്കുന്നു. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം ആലോചിക്കാം. എനിക്ക് കല്യാണം വേണ്ടപ്പാ. പിന്നെ നീ എന്താ മടത്തി പോവാണോ? എനിക്ക് വേണമെന്ന് തോന്നുമ്പോ ഞാൻ പറയാം, അപ്പൊ ആലോചിച്ചാ മതി. പിന്നെ നിന്റെ അഭിപ്രായം പോലല്ലേ ഇവിടെ എല്ലാ കാര്യം ചെയ്യുന്നത്. ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണാൻ എഴുതപ്പാ. നോയമ്പ് വീട് കഴിഞ്ഞ് വന്ന് കാണാൻ എഴുതാം. 10,000 രൂപ തന്നാലേ വീട് ഒഴിഞ്ഞു കൊടുക്കൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറണം. രൂപയുടെ കാര്യം പറഞ്ഞു നമ്മൾ ഇനിയും വഴക്കിന് പോണോ? ഇത് വഴക്കാണോ? നമുക്ക് കിട്ടാനുള്ള ന്യായമായ അവകാശമേ ചോദിച്ചുള്ളൂ. നീ ധൈര്യമായിട്ട് നിൽക്ക്. രൂപ അവൻ വീട്ടിൽ കൊണ്ടെത്തരും. പീറ്റർ ഇടപെട്ടുകൊണ്ട് ഉണ്ണി രൂപ തന്നെന്ന് വരും. പക്ഷെ അയാളുടെ സ്വഭാവം അറിയാമല്ലോ, എന്തിനും മടിക്കാത്തവനാ. ഇനി അനാവശ്യമായിട്ട് അവൻ ആ വീട്ടിൽ കയറിയാൽ അവന്റെ എല്ല് ഞാൻ ഒടിക്കും. പീറ്റർ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. ഞങ്ങൾ 2 സ്ത്രീകൾ തനിച്ചേ ഉള്ളൂ. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മരിച്ചുപോയ അച്ഛനെ ഇനിയിപ്പോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അശ്വതി, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കില്ലാത്തത് ഒരാൺതുണയാണ്. ഞാനത് പരിഹരിക്കാൻ തയ്യാറായി. മനസ്സിലായി? 4 പേരറിയേ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. എന്താ അശ്വതിക്ക് ഇഷ്ടമല്ല? കഴിയും വേഗം നമ്മുടെ വിവാഹം നടക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ അതിന് സമയമായിട്ടില്ല. പിന്നെപ്പോഴാ? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടാണ്? അല്ല, പീറ്ററിന്റെ സഹോദരി ആലീസിന്റെ വിവാഹം കഴിഞ്ഞു. ആലീസിന്റെ വിവാഹവും നമ്മുടെ വിവാഹവും തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ വിവാഹം ഇപ്പൊ നടന്നാൽ ആലീസിന്റെ വിവാഹം ഒരുപക്ഷെ നടന്നില്ലെന്ന് വരും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാൻ കാത്തിരിക്കാം. ആലീസിന്റെ വിവാഹം ആദ്യം നടക്കട്ടെ. എത്ര കാലമാണ് നമ്മളിങ്ങനെ ഒളിച്ചും പതുങ്ങിയും കഴിയും? ഞാൻ എന്ത് ചെയ്യാനാ? നീ ചേട്ടനോട് പറ. അയ്യോ, എന്നാ ഞാൻ പറയാം. വേണ്ട ജോണി, ചേട്ടനോട് സംസാരിക്കാൻ ജോണി പോണ്ട. ഇങ്ങനെ കരയ്ക്കും പോലെ വെള്ളത്തിലും പോലെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാൻ നോക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. ജെയിംസ് അച്ഛനോട് ഞാൻ ഈ കാര്യം പറയാം. അച്ഛൻ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല. അച്ഛൻ ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കും നിനക്ക് ഉറപ്പുണ്ടോ? തീർച്ചയായും. എങ്കിലും അങ്ങനെ നീ ജോണിയെ സ്നേഹിക്കുന്നത് തെറ്റല്ല, പാപവുമല്ല. പക്ഷെ അവൻ പണക്കാരനാണ്. നീ പാവപ്പെട്ട ഒരു ശവപ്പെട്ടിപ്പണിക്കാരന്റെ മകൻ. വിവാഹ കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായാൽ അവന്റെ മനസ്സ് മാറുകയില്ലെന്ന് നിനക്കുറപ്പുണ്ടോ? ജോണി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അച്ചു. അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കവൻ പാലിക്കുമോ? തീർച്ചയായും. ആട്ടെ, ചാക്കോ മുതലാളി എതിർത്താലോ? എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും എന്നെ വിവാഹം ചെയ്യുള്ളൂ എന്ന് ജോണി സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അച്ചു, ചേട്ടന്റെ കാര്യത്തിലാണ് എനിക്ക് പേടി. ചേട്ടൻ ഇതറിഞ്ഞാൽ അവൻ കുഴപ്പമുണ്ടാക്കിയെന്ന് വരും. ഈ കാര്യത്തിൽ അച്ഛൻ എന്നെ സഹായിക്കണം. എനിക്കെന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞെ? അച്ഛൻ വേണ്ടുപോലെന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കും. ശരി കുഞ്ഞെ, സൗകര്യം പോലെ ഞാൻ അവനോട് സംസാരിക്കാം. വളരെ ഉപകാരം. പിന്നൊരു കാര്യം, നിന്റെ ജ്യേഷ്ഠന്റെ പ്രകൃതം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. നിങ്ങളുടെ ഈ ബന്ധത്തെപ്പറ്റി ആരെങ്കിലും പറഞ്ഞ് അവന്റെ ചെവിയിലെത്തിയാൽ അവൻ എന്തെങ്കിലും അവ്യയം കാണിച്ചെന്ന് വരും. എനിക്കോ പേടിയുണ്ട് അച്ചു. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ഇക്കാര്യം പീറ്ററോട് പറഞ്ഞ് അവന്റെ സമ്മതം വാങ്ങുന്നവരെ നീയും ജോണിയും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശരി അച്ചു. എന്നാ നീ പറ്റൂ.
അല്ല, എന്താ പണങ്ങി പോകുന്നു? എന്ത് ഇന്ത്യയിലെ ഞാൻ കയ്യിൽ നിന്ന് വിടുക. വീട് ജോണി. ഓഹോ, അപ്പൊ നാക്കുണ്ടല്ലേ? നമ്മുടെ വിവാഹം തീരുമാനിക്കുന്നതുവരെ ഇനി തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് വകുപ്പ് 144 നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. ചേട്ടനോട് പറഞ്ഞിട്ടുടനെ നമ്മുടെ വിവാഹം അദ്ദേഹം നടത്തി തരാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ നിന്നെ എങ്ങനെ കാണാതിരിക്കും? അയ്യോ ജോണി, മഴ പെയ്തു വരുന്നു. നല്ല പ്രായത്തോളം ഭൂമിയിൽ ജീവിപ്പാനായി അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് ദൈവപ്രമാണം. ചൊല്ലുവിളി പഠിപ്പിച്ച കൂട്ടത്തിൽ എത്തപ്പാൻ മകനെ അത് പഠിപ്പിച്ചില്ല. അതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ മുതലാളി? എന്നെ പോലെ ശവപ്പെട്ടി പണിക്കാരനാകരുന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവനെ BA വരെ പഠിപ്പിച്ചു. പക്ഷെ അതിപ്പോ നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായിട്ടാ വന്നിരിക്കുന്നത്. അവൻ അങ്ങനെ ഒരു കൊള്ളരുതാത്തൊന്നുമല്ല. താൻ വേണ്ട പോലെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചാൽ അവന് നേർവഴിക്ക് കൊണ്ടുവരാം. എവിടുന്ന്? അടയ്ക്കാവുമ്പോ മടി വെക്കാം, അടയ്ക്കാൻ വരെ മടി വെക്കാൻ ഒക്കുവോ? അതൊന്നുമല്ല എസ്തപ്പാനെ കാര്യം. ആ പെണ്ണവിടെ ഉള്ളത് കൊണ്ടാ അവനെ വിട്ടത്. ഇല്ലാവചനം പറയാതെ ഉണ്ണി. മുതലാളി എത്തറിയുന്നു, പീറ്ററും അശ്വതും തമ്മിൽ വലിയ ലോകത്തിലാ. അവർ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ മുതലാളി. സംഗതി സത്യമാണെങ്കിൽ അവന്റെ കഴുത്തി ഞാനൊന്ന് വീതുളിക്കരിഞ്ഞത്. എടാ എത്തപ്പാനെ, വീട്ടിൽ പോയി ബഹളമൊന്നും ഉണ്ടാക്കരുത്. സമാധാനമായിട്ട് അവനെ പറഞ്ഞു തിരുത്തണം. അതാണ് ക്രിസ്തീയ രൂപി. തെമ്മാടിത്തരം കാണിച്ചാ പിന്നെ എന്നാ രൂപയാ മുതലാളി? ഒന്നുകിൽ അവൻ എന്റെ മകനായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുത്തനും ഇല്ല എന്ന് വിചാരിച്ചു. നീ എന്നാ ചോറുണ്ടാത്തത്? ഓ, എനിക്ക് മതിയം. എടാ, ഈ വെയിലും കൊണ്ട് കറങ്ങി നടക്കാതെ നേരത്തിനും കാലത്തിനും വീട്ടിൽ വന്ന് വല്ലതും വയർ നിറച്ച് കഴിക്കും. എഴുന്നേക്ക്. ഇത് എന്നാ കൂട്ടാ? അവൻ ചോറൊന്നുമല്ലയോ? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് അവൻ ഉണ്ടാ മതി. എഴുന്നേക്കടാ. എന്താ നീ ആ നായര് പെണ്ണെ കെട്ടാൻ പോവാ? ചോദിച്ചത് കേട്ടില്ലേ? കെട്ടാൻ പോവാണോ എന്ന്? അശ്വതി എന്താ സ്ത്രീയല്ലേ? മനുഷ്യനെ കരിയറിയോ? അതടി കരിയ. എല്ലാത്തിനും ഞാൻ കൊല്ലും. നീ അപ്പുറത്തെക്കാളും പോടാ. എടാ, നീ ആ പെണ്ണെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന അന്ന് ഞാൻ ഈ വീടിന് തീ വെക്കും. ചേട്ടാ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് DYSP ആയിട്ട് ചേട്ടൻ പ്രൊമോഷൻ കിട്ടിയത്. അതിന്റെ ഉപകാര സ്മരണയ്ക്ക് ഒരു പാട്ട് കുർബാന ചൊല്ലിക്കണം. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ. സൗകര്യപ്പെട്ടാൽ ഞാൻ അടുത്ത ആഴ്ച വരാം. നിർത്തട്ടെ? എന്താ ആഴ്ച? അച്ഛൻ ചേട്ടനോട് എന്റെ കാര്യം പറഞ്ഞോന്നറിയാൻ വന്നതാ. അവനിവിടെ വന്നിരുന്നു, പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തരപ്പെട്ടില്ല. അച്ഛൻ കപ്പ്യാരെ വിട്ടൊന്ന് വിളിപ്പിച്ച് സംസാരിച്ചാൽ. നീ അങ്ങനെ തിടുക്കപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ചും പീറ്ററിന്റെ കാര്യത്തിൽ നേരവും പ്രകൃതവും ഒക്കെ നോക്കി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടായെന്ന് വരും. അത് ശരിയാണ് അച്ചു. ഏതായാലും ഈ വസ്തുവിന്റെ പ്രശ്നം ഒന്ന് കഴിയട്ടെ, അപ്പൊ അവനൊന്ന് തണുക്കും. എന്നിട്ട് ഞാൻ അവനോട് ഈ കാര്യം പറയാം. എന്താ? അത് മതി അച്ചു. നീ ഇവിടെ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? എന്തിനാണ് ചോദിച്ചത്? കുമ്പസാരിക്കാൻ. പള്ളിമേടയിൽ വെച്ചാണോ കുമ്പസാരിക്കുന്നത്? എടീ, നിന്നെ വീട്ടിൽ നയിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനാണ്. പഠിത്തം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയിക്കണം. മനസ്സിലായോ? പോ.
അച്ഛൻ ചേട്ടനോട് ഇതുവരെ ഇക്കാര്യം പറഞ്ഞില്ല അല്ലേ? ഇല്ല. ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കും. അച്ഛൻ സമ്മതിക്കുമോ? സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും. നീ എന്റെ കൂടെ വരും. ജോൺ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാം. എങ്കിൽ ആലിസ് വീട്ടിലേക്ക് പോയിക്കോളൂ. നമ്മുടെ വിവാഹം തീരുമാനിച്ചതിന് ശേഷമേ നാളെ ഞാൻ നിന്നെ കാണും. കൊള്ളാം. ഉളുമ്പമ്പിൽ തന്നെയാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. എടി പെണ്ണേ, അവനെ ചാക്കോ മുതലാളിയുടെ മകനാ. എനിക്കറിയാം. ഓഹോ, അപ്പൊ അറിഞ്ഞുകൊണ്ട് ആരംഭിച്ച കൃഷിയാണല്ലേ ഇത്? കൊയ്യാൻ ഞാനോട് സഹായിക്കാം. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഹ, ഇത് ശവപ്പെട്ടി. നീ അങ്ങനെ അങ്ങ് പോയാലോ? കയ്യിന്ന് വിട്. വിടാൻ. ആ, നീ പൊയ്ക്കോ. ഇതുപോലെ പല ഉണ്ണിയാർച്ചമാരെയും കണ്ടവനാടി ഈ ഉണ്ണി. ആലീസിനെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അച്ഛൻ അത് നടത്തി തരണം. പീറ്ററിന്റെ പെങ്ങളാണ് ആലീസ് എന്നൊരു മനപ്രയാസമേ എനിക്കുള്ളൂ. പക്ഷെ സാരമില്ല. ഒരുപക്ഷെ ഈ വിവാഹം കൊണ്ട് അവന് നല്ല ബുദ്ധി ഉണ്ടായെന്ന് വരും. അച്ഛായ, എനിക്ക് അപ്പനില്ലാത്ത ദുഃഖം പരിഹരിച്ചത് അവിടെ നിന്നാണ്. ഇപ്പൊ എനിക്ക് അപ്പം മാത്രമല്ല, ദൈവം കൂടി അവിടെ നിന്നാണ്. മോനെ, നിന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ നീ തിരഞ്ഞെടുത്തു. അത് നടത്തി തരേണ്ടത് എന്റെ കടമയാണടാ. അച്ഛായ, ഇനി ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. എന്താണ് അച്ഛായ? നമ്മളും ഉണ്ണിയും ചേർന്നാണ് റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത്. നീയും ജപ്പാനിൽ പോയി ഒരു 3 മാസത്തെ പരിശീലനം കഴിച്ചു വന്ന ശേഷം അതിന്റെ ചുമതല ഏറ്റെടുക്കണം. നിനക്ക് വിസമ്മതമില്ലെങ്കിൽ നീ പോയി വന്നതിന് ശേഷം വിവാഹം നടത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മതി അച്ഛാ. നീ മാത്രമായിട്ടൊരു തീരുമാനം എടുക്കണ്ട. ആലീസിനോട് കൂടെ ചോദിച്ചോളൂ. അവൾക്കും അത് സന്തോഷമായിരിക്കും. എങ്കിൽ ഉടനെ നിന്റെ യാത്രയ്ക്ക് ഏർപ്പാട് ചെയ്യാം. ശരി അച്ഛാ. മോനെ, എന്റെ മോൻ വിവാഹം കഴിക്കുമ്പോ അവനൊരു പദവിയിലിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അച്ഛാ, താൻ എന്ത് പറഞ്ഞാലും ഒരു ചില്ലിക്കാശ് ഇനി തനിക്ക് ഞാൻ തരില്ല. ബുദ്ധിമുട്ടുകൊണ്ട് ചോദിച്ചു പോയതാണോ? ബുദ്ധിമുട്ടോ? വിരകെട്ടിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയല്ലേ തനിക്ക് ഞാൻ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിൽ നിന്ന് പണം കടമെടുത്ത് തന്നത്? അത് മുഴുവൻ താൻ കള്ളു കുടിച്ച് നിർത്തില്ലേ? എന്റെ പൊന്നച്ചോ, ഞാൻ കള്ളു കുടിക്കില്ല. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. അച്ചോ, ഈ തൂങ്ങപ്പെട്ട രൂപത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാം, ഞാൻ കള്ളു കുടിക്കില്ല. എന്നിട്ട് തന്നെ ഇപ്പൊ കള്ള് മാറുന്നുണ്ടല്ലോ. അയ്യോ അച്ചോ, അത് കള്ളന്റെ നാട്ടമല്ല, ചാരായത്തിന്റെതാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ്റുവേദന വരുന്നത് കൊണ്ട് ഇത്തിരി ചാരായം കുടിക്കണമെന്ന് വൈദ്യര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടിച്ചു പോകുന്നതാന്നേ. ഏത് വൈദ്യരാണോ ചാരായം കഴിക്കാൻ പറഞ്ഞത്? അതൊരു ഒറ്റമൂലിക്കാരനാന്നേ. ഒരു ഒറ്റമൂലിക്കാരൻ. മേലാൽ മദ്യപിച്ചുകൊണ്ട് താൻ ഇവിടെ വന്നാൽ തന്നെ ഞാൻ അപ്പൊ പിരിച്ചുവിടും. എങ്ങനെ പറഞ്ഞാൽ കുഴഞ്ഞു പോകത്തേ ഉള്ളു. അച്ഛന് നാട്ടം പിടിക്കുന്നില്ല, ഞാൻ ഇനി കുടിക്കുന്നില്ല. ചോദിച്ച കാശ് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞില്ലേ? ഫാദർ, മേ കം ഇൻ? മിസ്റ്റർ ഉണ്ണിയോ? വരൂ വരൂ. എന്താ? ഞാൻ ഈ പണം തരാൻ വന്നതാ. 10,000 രൂപയുണ്ട്. ശരിയല്ലേ അച്ഛൻ? ശരിയാ. അച്ഛനെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാ ഞാൻ ഈ പണം കൊടുക്കുന്നത്, അല്ലാതെ പീറ്ററെ ഫാനിട്ടല്ല. ഏതായാലും
അവർക്ക് വീട് പൊളിച്ചു മാറ്റി വെക്കാനല്ലേ. ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഉണ്ണിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. അച്ഛനായ എരപ്പാളിയോട് പറഞ്ഞേക്കണം, ഇനി എന്തെങ്കിലും ഉടക്കുണ്ടാക്കിയാൽ എന്റെ മട്ടുമാറുമെന്ന്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായില്ലെങ്കിൽ അവന് കൊള്ളാം. ആ ഉണ്ണി, ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. കഴിഞ്ഞതെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യുക. ചോ, ഈ പറഞ്ഞത് അച്ഛൻ അവനോടുകൂടി ഒന്ന് പറഞ്ഞേക്കണം. പറയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത്തിരി കാശ് എനിക്ക് തരാമല്ലോ. ഇതെന്റെ പണമല്ല, അവകാശം വരുമ്പോ ഇതുപോലെ തന്നെ കൊടുക്കേണ്ടതാണ്. ആ വാമനെ ഇരിക്ക്. നീ നല്ല സമയത്ത് തന്നെ പറഞ്ഞു. ആ ഇതാണ് നമ്മുടെ സബീനയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ സൈനുദ്ദീൻ. ഇത് ചെറുക്കന്റെ ചേട്ടൻ മഹാബ്രാവ്. ഇദ്ദേഹം? ആ ഇത് നമ്മുടെ സബീനന്റെ കാക്ക. എന്റെ പേര് പീറ്റർ. ഇവരാണ് നസ്രാണിയാണ്. എന്നാലും ഞമ്മക്ക് നമ്മളെ മൂത്ത മോനെ പോലെയാണ്. അതുകൊണ്ടാണ് സബീനന്റെ കാക്ക എന്ന് പറഞ്ഞത്. സൈനുദ്ദീൻ എന്താ ജോലി? ഞാൻ ദുബൈയില, ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ് സബീനയെ കൂടെ കൊണ്ടുപോകാനായിരിക്കും പരിപാടി. ഏയ് ഉടനെ നമ്മൾ പറഞ്ഞേക്കൂല, അടുത്ത വരവിന് കൊണ്ടേക്കോട്ടെ. അപ്പോ തീയതിയൊക്കെ നിശ്ചയിച്ചു. സൈനുദ്ദീൻ അടുത്ത മാസം മടങ്ങി. അതുകൊണ്ട് കഴിയുന്നതും വേഗം നടത്തണമെന്നായി ഇവര് പറയണം. അതിനെന്താ, നമുക്ക് നടത്തിക്കളയാമല്ലോ. സബീന എവിടെ? ഞാനിവിടെ ഉണ്ട്. ആ ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടു? ചേട്ടന് ഇഷ്ടപ്പെട്ടു. കൊള്ളാമണി, നല്ല പയ്യൻ. നീ ഭാഗ്യവതി. അപ്പോ അമ്മുക, നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇറങ്ങട്ടെ. ഇന്നിവിടെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാണ്ട് പോകാൻ പറ്റൂല. എന്റെ പങ്ക് ഞാൻ വൈകുന്നേരം വന്ന് കഴിച്ചോളാം. ഒരു അത്യാവശ്യ കാര്യം വരട്ടെ. ഓന്റെ പെങ്ങളും സബീനെ ഒരുമിച്ചാ പഠിക്കണം. ഞങ്ങളൊരു കുടുംബം പോലെയാ കഴിയുന്നത്.